ആ ഇനി ഞാൻ പഠിപ്പിക്കും. ഇതെത്താണ്? പുഗ്. ഇതിന്റെ പേരാണ് പുഷ്പം എന്നും പറയും. എത്താണ്? പുഷ്പം. 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 നാക്കളിക്കലുണ്ട്. വെറുതെ അല്ലാത്ത അച്ചടപ്പെടുത്തല്ലാത്ത പുഷ്പം. ഈ മാഷ് പഠിപ്പിക്കുമ്പം കോട ചൂടണം. കോട ചൂട് എന്തിന്? ഈ മാഷ് പഠിപ്പിക്കുമ്പോ മുഖത്ത് തുപ്പി വെക്കുന്നു. ലൈസൻസ് ലൈസൻസ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഞാൻ പറയണ ഏറ്റ് പറഞ്ഞു. ദി കാറ്റ്. ദി കാറ്റ്. ദി ബാറ്റ്. ദി ബാറ്റ്. ദി റാറ്റ്. ദി റാറ്റ്. കാറ്റ് എന്ന് പറഞ്ഞാല് പൂച്ച. കാറ്റ് എന്ന് പറഞ്ഞാല് പൂച്ച. ആ പൂച്ച. അപ്പം മാഷ് ഇതാന്ന് പറഞ്ഞാലോ? പടച്ചമ്പരനെ കുടുങ്ങ. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥല്ല. എപ്പോഴും ഏത് ഭാഷയിൽ ഉപയോഗിക്കാവുന്ന ചിലാണ് വാക്കാണ് ദാ. അങ്ങനെ എനിക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു? വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ദാ പോണ്, ദാ വരുന്ന്, ദാക്കണ്, ദത്ത, ഇതിലൊക്കെ ദാ ഉപയോഗിക്കണില്ലേ? അതാണ് പറഞ്ഞത് ദാക്ക് പ്രത്യേകിച്ച് അർത്ഥല്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ദത്തപ്പാ എന്താ സംശയം? കണക്ക 1 കിലോ മുളക്, 1 കിലോ തേങ്ങ, 1 കിലോ ഉപ്പ്, ഇത് 3 കൂടി കൂട്ടിയാ എന്താ കിട്ടുക? 1 കിലോ മുളക്, 1 കിലോ തേങ്ങ, 1 കിലോ ഉപ്പ്, ഇതൊക്കെ പാടെ കൂട്ടുക 3 കിലോന്റെ ചമ്മന്തി ഒരു വലിയൊരു ഉരുള കിട്ടും. അതിന്റെ ഓലക്കമ്മിലൊരു സംശയം. മാഷെ ഈ ഈനാമ്പേച്ചി പറഞ്ഞാൽ എന്താ മാഷെ? പടച്ച തമ്പുരാന് ഇവിടുന്ന് ഈ സംശയങ്ങൾ ഇങ്ങനെ ഇറങ്ങണേ. എന്റെ പൊന്നു മോളെ, ഈ ഈനാമ്പേച്ചി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ അനാക്കോണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ 5-6 കാലുകളൊക്കെ ഉള്ള ആനേന്റെ അത്ര വലിപ്പമുള്ള വലിയൊരു ജീവിയാണ്. അതിന്റെ കണ്ണുകളൊക്കെ ഇത്ര വലിപ്പമുണ്ട്. എന്റെ ആമിന, ഇതൊന്നും കേട്ട് ഇജ്ജ് പേടിക്കണ്ട. ഈനാമ്പേച്ചി എന്ന് പറഞ്ഞാല് ബാപ്പ പറയണ പോലെ ഒന്നല്ല കേട്ടോ. ബുദ്ധിയില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു വൃത്തിയുടെ ജന്തുവാണ് കേട്ടോ. അത് അനക്കെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ഉമ്മ ബാപ്പാനെ എപ്പോഴും ഈനാമ്പേച്ചിന്ന് വിളിക്കണത്.